ഹലോ ഗായ്സ് വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ഫ്രൈഡേ അതായത് ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനായ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു. സോ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റഡും അൺഎക്സ്പെക്റ്റഡും ആയിട്ടുള്ള എല്ലാ ബിഹേവിയറും നമ്മൾ സ്വാഭാവികമായിട്ട് നടക്കും. പക്ഷേ നോർമലി മാർക്കറ്റിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് അഗേൻസ്റ്റ് ആയിരുന്നു ഫ്രൈഡേയുടെ മാർക്കറ്റിലെ ഒരു ബിഹേവിയർ. സോ ഒരു കംപ്ലീറ്റ്ലി ഒരു ട്രെൻഡിങ് സെൽ ഓഫ് ഒരു എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഒട്ടും. പിന്നെ വേറൊരു കാര്യമുള്ളത് ഫ്രൈഡേ സാധാരണ ട്രെൻഡിങ് ആവാറുണ്ട്, പക്ഷെ അധികവും അതൊരു ബയ്യിങ് സൈഡ് ട്രെൻഡാണ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇന്നത്തെ കഴിഞ്ഞ ഫ്രൈഡേ ഒരു സെൽ ഓഫ് ആണ് കംപ്ലീറ്റ്ലി ഉണ്ടായത്. സോ മാർക്കറ്റ് എന്തുകൊണ്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയാൻ കാരണം നമുക്ക് ചാർട്ടിൽ കൂടി വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യം മുതലേ നോക്കുകയാണ്, മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു സെൽ ഓഫ് ഉണ്ടായി. സോ ഈ ഒരു സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു റിക്കവറിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മാർക്കറ്റ് തന്നുകൊണ്ടിരുന്നത്. സോ റിക്കവറി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഷാർപ്പ് റിക്കവറി തന്നു. കുറച്ച് രണ്ട് മൂന്ന് ട്രേഡിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ഒരു കൺസോളിഡേഷൻ നടക്കുകയായിരുന്നു. പക്ഷേ ലാസ്റ്റ് എക്സ്പയറി ഡേ ആയ വ്യാഴാഴ്ച മാർക്കറ്റ് നല്ലൊരു സ്ട്രെങ്ത്തോടെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സ്ട്രെങ്ത്തോടെ തന്നെ മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് വരികയും സ്ട്രെങ്ത്തോടെ തന്നെ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സോ ഇങ്ങനെ ഒരു ബിഹേവിയറിൽ നോർമലി നമ്മൾ എക്സ്പെക്റ്റഡ് ചെയ്യുന്നത്, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബൈയിങ് സിഗ്നലാണ് മാർക്കറ്റ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നോർമലി ഞാൻ എക്സ്പെക്റ്റഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയൊരു റിവേഴ്സിൽ തരികയാണ്, ചെറിയൊരു സെല്ലിംഗ് സൈഡ് ഒരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ചെയ്ത ഒരു മൂവ്മെൻറ്റ് ഒരു ബയ്യിങ് സൈഡേക്കുള്ള ഒരു ഷാർപ്പ് ഒരു ബയ്യിങ് ട്രേഡാണ് ഞാൻ എക്സ്പെക്റ്റഡ് ചെയ്തത്. സോ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. സോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് തീർച്ചയായും കാണുക. അതിൽ വേറൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം, അതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ കൂടിയാണ്. സോ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം കാണുക. സോ ഇവിടെ എക്സ്പെക്റ്റഡ് ചെയ്യേണ്ടത് ഒരു ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് എടുക്കുക, ഒരു സെല്ലിംഗ് സൈഡ്, പിന്നെ ഒരു ബൈയിങ് സൈഡാണ് നോർമലി മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു മൂവ്മെന്റ്. പക്ഷേ മാർക്കറ്റ് അങ്ങനെ ഒരു മൂവ്മെന്റ് തന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒരു എസ് എൽ ആണ് നമുക്കവിടെ വാങ്ങാനുള്ളത്. കാരണം ഈ ഒരു മാർക്കറ്റ് ഒരു സെൽ ഓഫ് തന്നു, പക്ഷേ ഒരു ബൈയിങ് സൈഡേക്ക് ഒരു പ്രതീക്ഷിച്ച മൂവ്മെന്റ് അവിടെ കിട്ടിയില്ല. ഒരു ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. സോ അതാണ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച സംഭവിച്ചത്. സോ അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു സെൽ ഓഫ് ആണ് വെള്ളിയാഴ്ച സംഭവിച്ചത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സെൽ ഓഫുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. കാരണം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇങ്ങനെയുള്ള സെല്ലിംഗ് ക്യാൻഡിലുകൾ, സാധാരണ ക്യാൻഡിൽസ് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാൻഡിൽസുകളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ്. ഇതൊക്കെ ഒരു നോർമൽ ക്യാൻഡിൽസിലാണ്, ഒരു ആവറേജ് എന്ന് വെച്ചാൽ ഒരു നോർമൽ ക്യാൻഡിലാണ് ഈ ഒരു ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ഇത് നടക്കുന്നത്. ഒരു സെല്ലേഴ്സും ബയ്യേഴ്സും തമ്മിൽ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഫസ്റ്റ് സെല്ലിങ്, പിന്നെ ബൈയിങ്, പിന്നെ എഗെയിൻ സെല്ലിങ്, എഗെയിൻ ബൈയിങ്, എഗെയിൻ സെല്ലിംഗ് സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്തു. സോ അത് ഒരു സെല്ലേഴ്സ് ബയേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റിന് ശേഷം സെല്ലേഴ്സ് നല്ലൊരു സ്ട്രെങ്ത്തോടെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡിലിൻ്റെ സൈസ് കാണാം, ഒരു അഗ്രസീവായിട്ട് ഒരു സെല്ലിംഗ് ആണ് ഇവിടെ നടന്നത്. സോ ഇങ്ങനെയുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇവിടെ ഈ ക്യാൻഡിലിൻ്റെ വലുപ്പം നിങ്ങൾക്ക് കാണാം. ഇതൊരു നോർമൽ ക്യാൻഡിൽ അല്ല, ഇതൊരു സ്ട്രെങ്ത് ഉള്ള വളരെ അഗ്രസീവായ ഒരു സെല്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, നമ്മൾക്കും കൂടി മനസ്സിലാക്കണം. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഷാർപ്പ് സെല്ലിങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണത്. സോ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, കഴിഞ്ഞ ദിവസം അതിന് ഒരു ദിവസം മുമ്പ് വ്യാഴാഴ്ച ഇതുപോലെ ഒരു ബൈയിങ് സൈഡിലേക്ക് നല്ലൊരു സ്ട്രെങ്ത് തന്നു. പക്ഷെ അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് സൈഡ് മാർക്കറ്റ് ഒരു ഇത് തന്നിരുന്നു. സോ ഇങ്ങനെയുള്ള അഗ്രസീവായിട്ടുള്ള
ഒരു സെല്ലിംഗ് ബിഹേവിയർ കാണുകയാണെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു സെല്ലിംഗ് ട്രെൻഡുള്ള ഇതായിട്ട് നമുക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യാനും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെതിരെയായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ എനിവേ നമുക്ക് നമ്മൾ ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്ത ഒരു ബൈയിങ് ട്രേഡുള്ള ഒരു ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെന്റ് ആയതുകൊണ്ട് നമുക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മൾ ഇനിയും മാർക്കറ്റ് വലിയൊരു സെൽ ഓഫ് ഞാൻ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് ഒരു ഹൈയിലോട്ട് ഒരു ബൈയിങ് ട്രെൻഡിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു ഷാർപ്പ് സെല്ലിങ് കംപ്ലീറ്റ്ലി സെൽ സൈഡേക്ക് മൂവ്മെന്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ എനിവേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോഴും നല്ലൊരു ഷാർപ്പ് സെല്ലിങ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തിട്ട് ഒരു വീക്കായിട്ടുള്ള ബൈയിങ് ഒക്കെ തരികയാണെങ്കിൽ പിന്നെയും ഒരു സെല്ലിംഗ് സൈഡേക്ക് മാർക്കറ്റ് ഷാർപ്പ് ഒരു ക്യാൻഡിലൊക്കെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡേക്ക് തന്നെ ഒരു ഒരു ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ട്രേഡ്. ഇനി രണ്ടാമത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ആവുന്നതെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിലാണ് മാർക്കറ്റിൻ്റെ ക്യാൻഡിൽ ക്രിയേഷൻ ഒക്കെ ആണെങ്കിൽ അവിടെ നിന്നൊരു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ബൈയിങ് സൈഡേക്ക് നമുക്ക് നോക്കാം. സോ നമ്മൾ രണ്ട് ട്രേഡാണ് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നോക്കുന്നത്. ഫസ്റ്റ് സെല്ലിംഗ് സൈഡേക്കും രണ്ടാമത്തത് ബൈയിങ് സൈഡേക്കും. സോ ഇതിൽ ഏത് സംഭവിക്കാനും സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ ഒന്നാമത് ഫസ്റ്റ് ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾ, ഈ വലിയ സെല്ലിംഗ് ക്യാൻഡിലുകളൊക്കെ കഴിഞ്ഞ ട്രേഡിങ്ങിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇനിയും സെല്ലേഴ്സ് ഒരു ഷാർപ്പ് അല്ലെങ്കിൽ ഒരു അഗ്രസീവായിട്ട് സെല്ലിംഗ് നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരു സെല്ലിംഗ് സൈഡൊക്കെ ഒരു ട്രേഡ് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതുപോലെ തന്നെ ഇവിടുന്ന് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിക്കവറിയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ റിക്കവറി ചെയ്യുന്നെങ്കിൽ തന്നെ ഒരു സെല്ലിംഗ് സൈഡേക്ക് ഒരു മൂവ്മെന്റ് തന്നിട്ട് മാത്രമേ ബൈയിങ് സൈഡേക്ക് ഒരു റിക്കവറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. സോ അതാണ് അതിൻ്റെ ലോജിക്ക്. സോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മളൊരു പ്ലാനിങ്ങോടെ ട്രേഡിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ട്രേഡിംഗ് ഒരു എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കും. സോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ റിസ്ക് റിവാർഡ്, നമ്മുടെ നമ്മളുടെ എക്സ്പെക്റ്റ് ചെയ്തതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുക. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ അത് നമ്മളുടെ എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ലോസ് ബുക്ക് ചെയ്യുക, എന്നിട്ട് ട്രേഡിങ് അന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ലോങ് ടൈമിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.